ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് അന്യരായ ആൾക്കാരെ. അതുകൊണ്ടാ അവരെ പോലൊരു സ്ത്രീ അങ്ങനെ പെരുമാറിയത്. ആദ്യമായിട്ട് വന്നപ്പോ വെറും കൈയോടാ വന്നത്. സാരമില്ല, ഇവിടെ അടുത്ത് എനിക്ക് 1-2 സുഹൃത്തുക്കളുണ്ട്. അവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പൊ ഇങ്ങോട്ട് കയറാം. ആ നേരത്ത് കടവും തീർത്തോളാം. കടോ? ഞാൻ ഡോക്ടറുടെ പേഷ്യന്റ് അല്ലേ? എന്നെ അങ്ങനെ ഡോക്ടറായിട്ടൊന്നും കരുതണ്ട. നിങ്ങളുടെ ഒരു അടുത്ത ബന്ധുവായിട്ട് കരുതാം. പത്തിരുപത് കൊല്ലം സ്റ്റേറ്റ്സിലായിരുന്നു. ഇനിയിപ്പോ ഇവിടെ പ്രത്യേകിച്ച് പേഷ്യൻസിനെ നോക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. സമയം പോണ്ടേ എന്നുവെച്ചാ പൈസയ്ക്ക് വേണ്ടിയല്ല ഞാൻ നിങ്ങളെയൊക്കെ നോക്കുന്നത്. പിന്നെ എന്റെ ഭാര്യയുടെ നിർബന്ധം കൊണ്ടാ ഓരോ തവണ നിങ്ങൾ ചെക്കപ്പിന് വരുമ്പോഴും ആ സുമിത്രൻ പൈസ വാങ്ങുന്നത്. ഹേയ്, ഡോക്ടറെ പോലെ പേര് കേട്ട ഒരാൾക്ക് അതത്ര കൂടുതലൊന്നുമല്ല. ഞങ്ങളുടെ ആഗ്രഹം പോലൊരു കുഞ്ഞിനെ കിട്ടിയ ഡോക്ടർ ചോദിക്കുന്ന എന്തും ഞങ്ങൾ തരും. എനിക്കൊന്നും വേണ്ട മോളെ. ഞാൻ ഇടയ്ക്കൂടെ വരുമ്പോ ഇവിടുത്തെ സെർവന്റ് എന്നോട് പെരുമാറുന്ന പോലെ പെരുമാറാതിരുന്നാ മതി. അയ്യോ, ഞങ്ങൾ എന്തിനാ അങ്ങനെ പെരുമാറുന്നേ? ഡോക്ടർക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം. ഞങ്ങള് 2 ആളും മാത്രമേ ഉള്ളൂ ഇവിടെ. അനന്തുവിന്റെ അമ്മയൊക്കെ? എന്റെ അമ്മ അനിയനൊപ്പോ. കുറച്ചുനാൾ മുമ്പാ അനിയന്റെ വിവാഹം കഴിഞ്ഞത്. അതിനുശേഷം അമ്മ അവർക്കൊപ്പം പോയി. പിന്നെ ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. എന്നാലും ഇത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. നിനക്ക് മാത്രമല്ല മോളെ, എനിക്കും. എന്താ, നിനക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിച്ചാൽ അത് കുറ്റമാണല്ലോ. എങ്കിലും ചോദിക്കാതിരിക്കാനും കഴിയുന്നില്ല. അരുണിന്റെ അപ്പച്ചിയുടെ കാര്യ. ഈ രീതിയിലൊക്കെ ആരെങ്കിലും മക്കളെ മാറ്റി നിർത്തിയിട്ട് അനന്തരവന്റെ ഭാര്യയെ സ്നേഹിക്കുവോ? വീടിനകത്തോട്ട് വരുമ്പോഴേ സമാധാനം തരാത്ത ചില ഭാര്യമാരുണ്ട്. ആ അവസ്ഥയിലേക്ക് നീ തരം താഴരുത്. അവള് ചോദിക്കുന്നതാണോ കണ്ണാ കുറ്റം? സ്വന്തം മക്കളോട് അമ്മമാർ ഇങ്ങനെ ഒരു അടുപ്പം കാണിക്കത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഒരു ദിവസം ഞാൻ ചോദിച്ചത്, ഇനി കാർത്തൂനെ കാട്ടിക്കളഞ്ഞ അമ്മ അരുണിന്റെ അപ്പച്ചിയാണോന്ന്. ഈ അമ്മയ്ക്ക് എന്തിന്റെ കുഴപ്പം ഇത്? അമ്മയുടെ പാട് നോക്കി പോയേ. എന്റെ മനസ്സിലൊന്നും ഇരിക്കത്തില്ല കണ്ണ. ഞാൻ ചോദിക്കാനുള്ളത് വെട്ടി തുറന്നങ്ങ് ചോദിക്കും. അമ്മേ, എന്റെ നന്ദന മോളെക്കാളും എനിക്ക് സ്നേഹമായിരുന്നില്ലേ എന്റെ കാർത്തൂനോട്? അതെന്റെ സ്വന്തം മോളായതുകൊണ്ടാണോ? അത് പിന്നെ കുഞ്ഞുനാളിലെ നീ അവളെ എടുത്തോണ്ട് വന്നതല്ലേ. കാർത്തൂനെ നിന്റെ കൈ കിട്ടി 10-15 വർഷം കഴിഞ്ഞല്ലേ നന്ദനമോള് ജനിച്ചത്. അത്രയും നാള് നീ സ്നേഹിച്ചത് കാർത്തൂനെയാ. അതുപോലെയാണോ അരുണിന്റെ അപ്പച്ചിയുടെ കാര്യം? കാർത്തൂനെ കൊന്നു കളയാൻ നിന്ന ആളല്ലേ. എന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തില് മക്കളെ എല്ലാം അങ്ങ് ഒഴിവാക്കിയിട്ട് കാർത്തൂന്റെ പിന്നാലെ പോവായിരുന്നു. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടം ഉണ്ടായോ? ഇല്ലല്ലോ. അല്ലാത്ത കഷ്ടത്തിന്. എടാ കണ്ണ, ഞാൻ ആദ്യമൊക്കെ കരുതിയിരുന്നതേ ഇതൊക്കെ അവരുടെ നാടകമാന്ന. കാർത്തൂനോട് സ്നേഹം കാണിച്ചിട്ടേ അവസാനം കഴുത്തറക്കാനായിരിക്കുമെന്നാ ഞാൻ കരുതിയത്. എന്നാ ഇപ്പം മനസ്സിലായി അങ്ങനെയല്ലെന്ന്. അരുൺ പോലും ഈ സംശയം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നു. അതിനുശേഷം അരുണിന്റെ അപ്പച്ചിയായിട്ട് അടുപ്പമുള്ള ഒരു ഡോക്ടർ ഇവിടെ വന്നു. അവരുമായിട്ട് പോലും മാറി നിന്ന് രഹസ്യം പറയുകയായിരുന്നു. അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞതാ. വെറുതെ എന്നെ നീ ചൂട് പിടിപ്പിക്കരുത്. ഞാനൊന്നും പറയുന്നില്ല. എന്തായാലും അപ്പച്ചിക്കും കണ്ണേട്ടിനും മാത്രം അറിയാവുന്ന എന്തോ ഒരു രഹസ്യമുണ്ട്. എന്താണോ ഇത്ര സന്തോഷം? എന്താ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്? കാരണം ഉണ്ടായിട്ട് തന്നെയാ. ഇന്ന് തനിക്ക് ഞാൻ ഒരു പാർട്ടി തരുന്നുണ്ട്. എവിടെ പോണോന്ന് മാത്രം പറഞ്ഞാൽ മതി, എന്ത് വേണമെങ്കിലും ചെയ്യാം. താൻ മകളെ കണ്ടോ? കണ്ടു, വളരെ നേരത്തെ തന്നെ. ശരിക്കു പറഞ്ഞ 1 മാസം മുമ്പ് തന്നെ. താൻ എന്തുവാണോ ഈ പറയുന്നത്? തനിക്ക് വട്ടായോ? ഞാൻ പറഞ്ഞ സത്യാണോ? ഓ, ചിലപ്പോ നേരത്തെ താൻ പറഞ്ഞ പോലെ ആ നാഗക്ഷേത്രത്തിൽ വെച്ച് ആ കുട്ടിയെ കണ്ടു കാണും അല്ലേ? അല്ല, എന്റെ മോള് എന്റെ പേഷ്യന്റാ. പേഷ്യന്റോ? അതെ. വിവാഹം കഴിഞ്ഞ നാളുകളായിട്ടും കുട്ടികളുണ്ടാകാത്തൊരു ഹസ്ബൻഡ് വൈഫും എന്നെ കാണാൻ വന്നിരുന്നു. അവര് ദൈവമായിട്ട് എന്റെ മുന്നിൽ എത്തിച്ചതാ. മക്കളുണ്ടാകാത്ത പെൺകുട്ടിയാ എന്റെ മോള് മഞ്ജിമ. എനിക്കെന്തായാലും പോവാതിരിക്കാൻ പറ്റില്ല. ഏത് ക്ഷേത്രത്തിലേക്ക് പോയില്ലെങ്കിലും ഇനി തുഞ്ചത്തുകാവ് നാഗക്ഷേത്രത്തിലേക്ക് പോവാതിരിക്കാൻ പറ്റില്ല. എന്റെ ജീവിതത്തിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന അമ്പലം അത്.
അങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവന്ന് താൻ പറയുമ്പോഴും അവിടെ പോയതിനു ശേഷം നമ്മുടെ മക്കള് തന്നിൽ നകന്നു പോവുകയല്ലേ ചെയ്തത്. താനുമായിട്ട് അടുപ്പമുണ്ടായത് കാർത്തൂനാണ്. ആ കുട്ടിക്ക് തന്നോട് ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല, തനിക്കായിരുന്നു. നമ്മുടെ മക്കളെ പോലെ തന്നെ കാർത്തൂനെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്തത്. പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ താൻ കാർത്തൂനെ ഇഷ്ടപ്പെടുകയായിരുന്നു. അതിന് കാരണക്കാര് തുഞ്ചത്തുകാവിലെ നാഗത്താന്മാരാ. ആയിക്കോട്ടെ, പക്ഷെ അതേ നാഗത്താന്മാര് പിന്നെ എന്തുകൊണ്ടാ നമ്മുടെ മക്കൾക്ക് തന്നോടുള്ള അകൽച്ച ഇല്ലാതാക്കാത്തത്? അതിനും കൂടിയാ ഞാനിപ്പോ എല്ലാ അയിലത്തിന്റെ അന്നും അവിടേക്ക് പോകുന്നത്. കാർത്തൂനോടുള്ള എന്റെ ദേഷ്യം കുറച്ച ദൈവങ്ങള് എന്റെ മക്കൾക്ക് എന്നോടുള്ള വാശിയും വൈരാഗ്യവും ഇല്ലാതാക്കും. നാളെ നാഗക്ഷേത്രത്തിൽ പോയ ശേഷം ഞാൻ മഞ്ജുവിനെയും കാണാൻ പോകുന്നുണ്ട്. ഇടയ്ക്ക് അനന്തു എന്നെ വിളിച്ചിരുന്നു. അവൻ എന്നോട് ചോദിച്ചു, അരുണിന്റെ ഭാര്യ എന്നതിലുപരി അപ്പച്ചിയും കാർത്തൂവും തമ്മിൽ മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ല, കാണുന്നവർക്കെല്ലാം അങ്ങനെ തോന്നും. തനിക്ക് മാത്രമല്ല, തന്റെ അച്ഛനും ഇപ്പൊ കാർത്തൂന് മതി. ശരത്തേട്ടൻ അങ്ങനെ ചിന്തിക്കണോ? നമ്മുടെ മക്കളല്ലേ അന്യരെ പോലെ എന്നെ കാണുന്നത്. എനിക്ക് സംശയമൊന്നുമില്ല. പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദേവിക്ക് വല്ലാത്ത മാറ്റമുണ്ട്. അതാണ് എല്ലാവരുടെയും സംശയത്തിന് കാരണം. ആരെന്നെ സംശയിച്ചാലും ശരത്തേട്ടൻ അവർക്കൊപ്പം നിൽക്കാതിരുന്നാ മതി. കാർത്തു വെറുക്കപ്പെടേണ്ടവളല്ല, കൂടെ നിർത്തേണ്ടവളാ. ഞാനും അതേ ചെയ്യുന്നുള്ളൂ. താൻ കിടക്കാൻ നോക്ക്, നാളെ നേരത്തെ എണീക്കേണ്ടതല്ലേ. എന്താ എന്ത് പറ്റി? പാമ്പോ? എവിടെ 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 എവിടെ? പോലെ തോന്നി. നീ സ്വപ്നം കണ്ടു അല്ലേ? നീ കിടക്ക മഞ്ജു. എനിക്കിനി കിടന്നാലും ഉറക്കം വരത്തില്ല കേട്ടാ. എന്തൊരു കഷ്ടമാ നോക്കി. നീ ഇങ്ങനെ പേടിക്കാതെ മഞ്ജു. സ്വപ്നത്തെ നമ്മുടെ നാഗക്ഷേത്രവും നാഗങ്ങളെ ഒക്കെ കണ്ടു. അവളുണ്ടല്ലോ ആ കാർത്തു, ഒരു നാഗത്തെ കൈ പിടിച്ചോണ്ട് വന്ന് എന്റെ കാലിൽ കൊത്തിച്ചു. നിന്റെ മനസ്സിൽ മുഴുവൻ ഇപ്പോഴും കാർത്തുവാ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുന്നത്. നാളെ ആയില്ലേ അനന്തോട്ടാ, ഒന്ന് അമ്പലത്തിൽ പോവാന്ന് വെച്ചാ അവിടെ ഉറപ്പായിട്ടും അമ്മയും അരുണും അവളും ഒക്കെ കാണും. നമുക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ കാണും. അത് മാത്രമല്ലല്ലോ നാഗക്ഷേത്രമായിട്ടുള്ളത്, മറ്റു പലയിടത്തുമില്ലേ. അവള് വേഷമായിട്ട് നടക്കുക, അതുകൊണ്ടാ എല്ലാവരും എന്നെ വെറുക്കുന്നത്. അങ്ങനെ വെറുക്കുമ്പോഴും നമ്മളെ സ്നേഹിക്കാൻ പുതുതായി ചിലതൊക്കെ എത്തുന്നില്ലേ? ആ ഡോക്ടർ ജീവന് നിന്നോട് എന്തൊരു സ്നേഹമാ. രാത്രിയിലും എന്നെ വിളിച്ച കാര്യം പറഞ്ഞല്ലോ. നിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണമെന്നും പറഞ്ഞു. നിന്നോടേ എന്തോ ഒരു വാത്സല്യം തോന്നുന്നുവെന്ന്. എന്നാലും എന്റെ അമ്മ എന്റെ അടുത്തുനിന്ന് ഒരുപാടാകുന്നല്ലോ. അകന്നിട്ടൊന്നുമില്ല. നീയും അമ്മയോട് അടുപ്പം കാട്ടുന്നില്ല. ക്ഷേത്രത്തിൽ നിന്ന് ആദ്യം അങ്ങോട്ടാ പോകുന്നേ. അത് കഴിഞ്ഞ് മഞ്ജുവിനെ കാണാൻ പോവുള്ളൂ. മഞ്ജുവിന്റെ ദേഷ്യം കുറയാൻ വേണ്ടി നന്നായി പ്രാർത്ഥിക്കണം. അതുപോലെ അവിടെ ചെല്ലുമ്പോ അവൾ എന്തെങ്കിലും പറഞ്ഞ അത് കാര്യമാക്കണ്ട. ഒരുപാട് ദേഷ്യം പിടിപ്പിക്കുമ്പോഴാ ഞാൻ എന്തെങ്കിലും പറയുന്നേ. പുതിയൊരു ഡോക്ടറെ കാണാൻ പോയിട്ട് നല്ല ആത്മവിശ്വാസം ഉണ്ടെന്നാ അനന്തവും മഞ്ജുവും പറഞ്ഞത്. എന്തായാലും താൻ വിശ്വസിക്കുന്ന നാഗത്താന്മാരല്ലേ, അവരോട് ആത്മാർത്ഥമായിട്ട് പറയണം എത്രയും പെട്ടെന്ന് അവർക്ക് ആശ്വാസം കിട്ടുന്ന ഒരു വാർത്ത കേൾക്കാൻ കഴിയണേന്ന്. അവൾക്കും കാർത്തൂനും ഒക്കെ ഒരു കുഞ്ഞ് ജനിക്കണം എത്രയും പെട്ടെന്ന്. അത് തന്നെയാ ഇപ്പൊ എന്റെയും പ്രാർത്ഥന. പിന്നെ അത്യാവശ്യം എന്നെ സംശയവും ഉണ്ട്. അത് ഞങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ഡോക്ടർക്ക് ചായ എടുക്കാം. അയ്യോ വേണ്ട മോളെ, ഒരു ചായയൊക്കെ കുടിക്കാം. അനന്തു ഇരിക്കും.
എന്റെ ഒരു അപ്പച്ചിയുണ്ട്, ദേവനന്ദ എന്ന പേര്. അപ്പച്ചി ഈ പറയുന്ന അമ്പലത്തിൽ സ്ഥിരമായിട്ട് പോവാറുണ്ട്. അവരിപ്പോ എവിടെ താമസം? ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ദൂരത്തിലാ. ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്. മുമ്പൊക്കെ സ്ഥിരമായിട്ട് വരുമായിരുന്നു. ഇപ്പോ അമ്മയും മോളും തമ്മിൽ ചെറിയൊരു സൗന്ദര്യ പിണക്കത്തിലാ. ഇനി എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും അമ്മമാരോട് മക്കൾ പിണങ്ങാൻ പാടില്ല. കുട്ടിക്കാലത്ത് അവർ നമ്മുടെ തെറ്റുകളൊക്കെ ക്ഷമിക്കാറുണ്ടല്ലോ, അതുപോലെ തന്നെ നമുക്ക് പ്രായം പക്വത എത്തുമ്പോൾ നമ്മൾ അവരോട് അതേ രീതി തന്നെ പെരുമാറണം. അവരുടെ ഭാഗത്തെ ചെറിയ തെറ്റുകൾ നമ്മൾ ക്ഷമിക്കണം. അവരമ്മയും മോളും അല്ലേ, ഈ പിണക്കത്തിനൊന്നും വലിയ ആയുസുണ്ടാവില്ല. മഞ്ജുവിന് ഒരു അനിയത്തി ഉണ്ടല്ലേ? ആ ഉണ്ട്, മാളവിക എന്ന പേര്. മാളൂന്ന് വീട്ടിൽ വിളിക്കും. മഞ്ജുവും മാളുവും. ഇപ്പൊ വരാം ഡോക്ടർ. ആ ഒരാള് വന്നിട്ടുണ്ട്. ഞാൻ അയാളൊന്ന് പറഞ്ഞു വിട്ടിട്ട് വരട്ടെ. ഡോക്ടർ ചായ കുടിക്കും. എങ്ങോട്ടാ? എന്തിനാ വന്നത്? ഇന്ന് ആയില്ലേ, അമ്പലത്തിൽ പൂജയൊക്കെ നടത്തി. പൂജ നടത്തിയെങ്കിൽ അവിടെ പൂജയ്ക്ക് പങ്കെടുക്കാൻ ചിലരൊക്കെ വന്നു കാണുമല്ലോ. ആരും വന്നില്ല. ഞാൻ എന്റെ മക്കൾക്കും അനന്തരവന്മാർക്കും വേണ്ടി നന്നായി പ്രാർത്ഥിച്ചു, വഴിപാടുകൾ നടത്തി. മക്കൾക്കെന്ന് പറയാതെ അവൾക്ക് വേണ്ടി നടത്തി കാണും. ഞാൻ വഴക്കിടാനല്ല വന്നത്, അമ്പലത്തിലെ പ്രസാദം തരാനാ. പ്രസാദമൊക്കെ എനിക്ക് കിട്ടി. എവിടുന്ന്? അതെവിടുന്നെങ്കിലും ആയിക്കോട്ടെ. അമ്മ അമ്മയുടെ പാട്ടിന് പോവാൻ നോക്ക്. ഞാൻ അനന്തുവിനെ ഒന്ന് കണ്ടിട്ട് പൊക്കോളാം. നിക്ക്. അനന്തുവേട്ടന് അമ്മയെ കാണാൻ താല്പര്യമില്ല. എനിക്കും. ദയവ് ചെയ്ത് സ്വസ്ഥത കളയാതെ ഒന്ന് പോകുന്നുണ്ടോ? ആരാ വന്നത്? അത് ആനന്ദവേട്ടന്റെ ഒരു കൂട്ടുകാരനാ. അവര് സംസാരിച്ചോണ്ടിരിക്കുക. അതിന്റെ ഇടയ്ക്ക് വലിഞ്ഞു കയറി വരണ്ട. ഇതേ എന്റെ കുടുംബ വീടാ. ആണെങ്കിൽ ഞങ്ങളങ്ങ് ഇറങ്ങിത്തരാം. പറഞ്ഞാ മതി. ഞങ്ങളെ ഇറക്കിയിട്ട് വേണമല്ലോ ഇറങ്ങിപ്പോയവരെ വീടിനകത്ത് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാൻ. നീ എന്താ മഞ്ജു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പിന്നെ എങ്ങനെ സംസാരിക്കണം? ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അമ്മയുടെ മുഖം. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്റെ മുന്നിലോട്ട് വരരുത്. ഇതിന് ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞതാ. ഒരമ്മയ്ക്കും മക്കളെ കാണാതിരിക്കാൻ പറ്റില്ല. അത് മക്കളെ സ്നേഹിക്കുന്ന അമ്മമാരുടെ കാര്യമാ. എനിക്ക് നിങ്ങളുടെ മുഖം കണ്ട പ്രഷർ കൂടും. ഞാൻ വീട്ടുജോലിയൊക്കെ ചെയ്ത് സ്വസ്ഥമായിട്ട് കഴിയുക. ആനന്ദവേട്ടനും അതിന്റെ സന്തോഷമുണ്ട്. ദേ ഇപ്പൊ ഒരു ഫ്രണ്ട് വന്നെന്ന് പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് ഞാൻ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ഞങ്ങളെ ശല്യം ചെയ്യാതെ പോവാൻ നോക്ക്. ഈ പ്രസാദം എടുക്ക. എന്താ മഞ്ജു കാണിച്ചേ? നിന്നെ പോലെ തന്നെ ഞാനും അത് മനസ്സിലിട്ട് ആലോചിക്കാം. താലോലിക്കുന്ന അതാണോ മറ്റെന്തെങ്കിലും ആണോ ശ്രദ്ധിക്കണം. ആര്യമോളെ കുറിച്ച് പോലും ഒരു ചിന്തയില്ല അങ്ങേർക്കിപ്പോ. ചിന്തിക്കാൻ വേറെ ഒരുപാടുണ്ടല്ലോ. പിന്നെ എന്തിന് ആര്യമോളെ കുറിച്ച് ചിന്തിക്കണം? നേരത്തെ പേഷ്യൻസ് വരുന്നതില് എനിക്കായിരുന്നു മടുപ്പ്. ഇപ്പൊ അങ്ങേർക്ക് ഇവിടെ വരുന്ന പേഷ്യൻസിനെ നോക്കാൻ പോലും സമയമില്ല. ഞാൻ പറഞ്ഞല്ലോ,
2 ദിവസമായിട്ട് അപ്പോയിന്റ്മെന്റ് മൊത്തം തെറ്റിയിരിക്കുക. 10 മണിക്ക് വരാൻ പറഞ്ഞാൽ വൈകുന്നേരം 4 മണിക്കാ നോക്കുന്നത്. സാധാരണ ഡോക്ടർമാരെ ഡിമാൻഡ് ഇടാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യും. അല്ല, ഈ തിരക്കാന്ന് കാണിക്കാനേ. ഇവിടെ അതാണോ? രോഗികളെ നോക്കേണ്ട ഡോക്ടർ ചുറ്റലോട് ചുറ്റല അലഞ്ഞു തിരിയ. അത് ആർക്ക് പിന്നാലെയാണെന്നാണ് ഇനി അറിയാനുള്ളത്. ഡോക്ടർ ഒരു അവീത ബന്ധം തുടങ്ങിയെങ്കിൽ എന്റെ ജീവിതം ഒന്ന് പച്ച പിടിച്ച ഞാൻ. ഡോക്ടറാണല്ലോ. ഹലോ ഡോക്ടർ. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. നല്ല ശക്തിയുള്ള ക്ഷേത്രമാണ് ആ നാഗക്ഷേത്രം. അവിടെ ഇടയ്ക്കിടയ്ക്ക് പോണം. അത് പോവാന്ന് ഞാൻ പറഞ്ഞല്ലോ ഡോക്ടർ. ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഡോക്ടർ എന്ത് പറഞ്ഞാലും ഞാൻ അതുപോലെ കേട്ടോളാം. ഒരു കുഞ്ഞ്, അതാ ഞങ്ങൾക്ക് വേണ്ടത്. അത് ഞാൻ ഗ്യാരണ്ടി. മോള് ധൈര്യമായിട്ടിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ ചിട്ടകളൊക്കെ അതുപോലെ പാലിച്ചിരിക്കണം. അണുവിട തെറ്റില്ല. എങ്കിൽ ഉടൻ തന്നെ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടായിരിക്കും. എന്റെ നാവ് ഇക്കാര്യത്തിൽ പിഴയ്ക്കാറില്ല. ശരി മോളെ. ശരി ഡോക്ടർ. ഡോക്ടർക്ക് നിന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നല്ലോ. അദ്ദേഹം ഒരു വലിയ മനുഷ്യനാ. എന്നോട് നാഗക്ഷേത്രത്തിൽ പോണോന്ന് വീണ്ടും പറയാ. അങ്ങനെയെങ്കിൽ പോണം. ഞാൻ പോവാന്ന് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ പോയാ നമ്മുടെ ശത്രുക്കളെയൊക്കെ കാണേണ്ടി വരും. നല്ല ദൂരമുണ്ട് അരുണിന്റെ ജോലി സ്ഥലത്തുനിന്ന് അവിടേക്ക്. എന്നാലും അവൻ കാർത്തൂനെയും കൊണ്ടുവരും. പിന്നെ അമ്മ മിക്കപ്പോഴും അവിടെ പോകുന്നുണ്ടല്ലോ. അതാണ് വിഷമം. അതൊന്നും നമ്മൾ കാര്യാക്കണ്ട. ഒരു കുഞ്ഞ്, നമ്മുടെ സ്വപ്ന, അത് നടക്കണം. അദ്ദേഹം ഉറപ്പ് തന്നിരിക്കുക എത്രയും പെട്ടെന്ന് നമ്മുടെ ആഗ്രഹം നടക്കുമെന്ന്. അതിനുവേണ്ടി പ്രാർത്ഥിക്കാനല്ലേ ഇന്ന് അദ്ദേഹം ക്ഷേത്രത്തിൽ പോയത്. അതെ. ഈ ഡോക്ടർമാർക്ക് സ്വന്തം കഴിവിൽ വിശ്വാസമൊക്കെ ഉണ്ടെങ്കിലും പകുതി ദൈവത്തിൽ അർപ്പിച്ചാണ് പലരും കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പേഷ്യൻസിന്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഇങ്ങനെ ദൈവങ്ങളെ കാണുന്നുണ്ടാവും. ഞാൻ ഇന്നുവരെ ഇങ്ങനെ ഒരു ഡോക്ടറെ കണ്ടിട്ടില്ല. നിന്നോട് മാത്രമായിരിക്കും ഈ പ്രത്യേകത. ഈ ഡോക്ടർമാർ ഓരോ പേഷ്യന്റിനോട് ഇടപെടുമ്പോഴും അവർക്ക് തോന്നും അവരോടാണ് കൂടുതൽ പ്രിയംന്ന്. അദ്ദേഹം പറഞ്ഞില്ലേ എല്ലാ പേഷ്യന്റിന്റെ വീട്ടിലും ഇങ്ങനെ പോവാറുണ്ടെന്ന്. പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങേരുടെ പേര് കളയുന്നൊരു ഭാര്യയാണ് വീട്ടിനകത്തുള്ളത്. എല്ലാവരും എന്നെ പോലെ ആവില്ലല്ലോ. അതെ അതെ അതെ, നിന്റെ സ്വഭാവം നല്ലതായതുകൊണ്ട് വീട് കാലിയായി. എന്നുവെച്ചാ? അല്ല, വീടിനകത്തുള്ളവരെല്ലാം പോയെന്ന്. അത് വിഷമായി പോയോ? അനിയന്റെ ഭാര്യ ഇവിടെ വേണമായിരുന്നോ? അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞതാണേ, തിരിച്ചെടുത്തേ. അവള് ജോലിക്കാരിയായിട്ട് ഇവിടെ വന്നപ്പോ മുതല് അനന്തുവേട്ടൻ അവളുടെ മേലൊരു കണ്ണുണ്ട്. അവളാണെങ്കിൽ ആണുങ്ങളെ വളച്ചെടുക്കാൻ മിടിക്കുക. ഇല്ലാത്തത് പറയരുത് മഞ്ജു. തെറ്റായ കണ്ണോടെ അവൾ എന്നെയും ഞാൻ അവളെ നോക്കിയിട്ടില്ല. ഞാൻ വിശ്വസിച്ചു. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സത്യം അതാ. ആദ്യം നിന്റെ മനസ്സ് നന്നാക്കണം. എന്നിട്ട് ദൈവത്തിന്റെ മുന്നിൽ പോയി നിന്ന് പ്രാർത്ഥിച്ചാലേ ഫലം കിട്ടൂ. ഏത് ദൈവത്തിന്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും ശരി, അവളെക്കാൾ മുന്നേ എനിക്ക് അമ്മയാവണം. അങ്ങനെ വാശി പിടിച്ചാലൊന്നും അമ്മയാവില്ല. ആ ഡോക്ടർ പറഞ്ഞത് അതുപോലെ കേൾക്കണം. ഞാനൊക്കെ കേൾക്കുന്നില്ലേ? മരുന്നൊക്കെ ഇപ്പൊ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ട്. രാവിലെ പതിവിലും നേരത്തെ എഴുന്നേക്കുന്നുണ്ട്. ആ, അങ്ങനെയൊക്കെ പോയാ ഡോക്ടർ പറഞ്ഞ പോലെ സംഭവിച്ചെന്നിരിക്കും. അതുപോലെ നീ നല്ലൊരു കുടുംബിനിയാവുകയും ചെയ്യും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടിട്ടില്ലേ? കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. പണത്തിന്റെ പിന്നാലെ പായുന്ന സ്വഭാവമാണ് നിങ്ങളുടേത്. എന്റെ കുഞ്ഞിനോടൊന്നും നിങ്ങൾക്ക് വലിയ സ്നേഹം ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനിയിപ്പോ അതൊക്കെ പറയും. അങ്ങനെയാ കാര്യങ്ങളുടെ പോക്ക്. കിടക്കുന്നെങ്കിൽ കിടക്കാൻ നോക്ക്. എനിക്ക് ഉറങ്ങണം. എനിക്കാ ഉറക്കം കൂടുതല്. നീ എങ്ങനെ ഉറങ്ങാറില്ല. എന്നാ ഇനി അത് തിരിച്ചായിരിക്കും. ഞാൻ അധികം ഉറങ്ങില്ല. ഇപ്പൊ മണ്ണിക്കിടന്ന് കിളയ്ക്കുക. അതിന്റെ ക്ഷീണമുണ്ട്. എങ്കിലും അധ്വാനിക്കുന്നതിന് എന്തെങ്കിലും ഫലം വേണമല്ലോ. നിങ്ങൾക്ക് എന്നെ ശരിക്കും സംശയം ഉണ്ണേട്ടാ. അങ്ങനെയെങ്കിൽ അത് തുറന്ന് പറയണം. ഒന്നും കണ്ണി കാണാതെ ഞാൻ പറയില്ല. എന്നാ പിന്നെ മര്യാദയ്ക്ക് സംസാരിക്ക്. നീ ഉറങ്ങിക്കോ.
ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. എന്റെ ജാരനെ പിടിക്കാൻ വേണ്ടി പോവുമായിരിക്കും. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ പിടിച്ചിരിക്കും. എല്ലാവരും ഒരാളെ പറ്റി പറയുന്നുണ്ട്, ആ ദീപനെ പറ്റി. ദേ, ആരെ പറ്റി എന്ത് പറഞ്ഞാലും ദീപേട്ടിനെ കുറിച്ച് പറയരുത്. ഇതുപോലെ മാന്യനായ ഒരു ചെറുപ്പക്കാരനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ അവൻ മാന്യനല്ലെന്ന് പറഞ്ഞില്ലല്ലോ. ചിലര് നിന്നെ അവനും ചേർത്ത് കഥകൾ ഉണ്ടാക്കുന്നതായിട്ടാ പറഞ്ഞത്. അങ്ങനെ ഭാര്യയെ പറ്റി കഥകൾ ഉണ്ടാക്കുന്നവരുടെ കർണത്തടിക്കാനേ കപ്പാസിറ്റി വേണം ഭർത്താക്കന്മാർക്ക്. അവരെ ആണെന്ന് വിളിക്കാൻ പറ്റും. എനിക്കിപ്പോ ഒരു സംശയമുണ്ട്, എനിക്ക് ആണത്വം കുറവാണോന്ന്. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ ആണത്വം കുറവാണെന്ന്. ആ മോൻ ഉറങ്ങിയില്ലേ? എങ്ങനെ ഉറങ്ങും? ഇവിടെ രാത്രിയിലാണല്ലോ ഓരോ ആൾക്കാർ വരുന്നത്. ഇന്നും ആരെങ്കിലും ടോർച്ച് അടിച്ചായിരുന്നോ മോനെ? ചെറുതായിട്ട് വെളിച്ചം വീണു ജനലില്. ഞാൻ പറയുന്നത് മോൻ വ്യക്തമായിട്ട് കേൾക്കണം. കേൾക്കാം, പക്ഷെ വിശ്വസിക്കില്ല. എന്റെ മോനെ, ആ പപ്പനും നിന്റെ ഏട്ടനും ഒക്കെ നിന്നെയും വിജിതയും തമ്മിൽ തെറ്റിക്കാനായിട്ട് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക. അവർക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. കണ്ണേട്ടന് ഇപ്പൊ ഒരു തട്ടുകടയുണ്ട്, പശുക്കളുണ്ട്, പണിയെടുക്കാൻ പറമ്പുണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് രാത്രി പിന്നെ ടോർച്ച് അടിക്കാൻ നടക്കോ? കണ്ണൻ ഇറങ്ങില്ലായിരിക്കും, പക്ഷെ ആ പപ്പനുണ്ടല്ലോ മഹാപെശക. അതിനേക്കാൾ പെശക മറ്റു ചിലരെന്നാ ഇപ്പൊ എന്റെ തോന്നല്. അതൊക്കെ വെറും തോന്നലാ മോനെ. നമുക്ക് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴാ ഇതുപോലുള്ള തോന്നലൊക്കെ ഉണ്ടാകുന്നത്. ഇവിടെ നമ്മൾ തോറ്റുകൊടുത്ത ചിരിക്കുന്ന നമ്മുടെ ശത്രുക്കളായിരിക്കും. ദേ, ഇനി കുറച്ച് ദിവസത്തിനുള്ളിൽ മോനൊരു അച്ഛനാകും. പിന്നെ ആ കുഞ്ഞിനെയൊക്കെ താലോലിച്ച് പറമ്പിലെ വിളകളൊക്കെ വിറ്റ് കാശാക്കി മോൻ വിജിതയുമായിട്ട് അന്തസ്സായിട്ടൊക്കെ ജീവിക്കണം. ഞാൻ സ്നേഹിച്ച പോലെ വിജിതയെ ആരും സ്നേഹിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അവളുടെ കാര്യോ? ഓ, അവക്ക് നീ എന്ന് വെച്ച ജീവനാ. അങ്ങനെയായിരുന്നു എന്റെ വിശ്വാസം. പക്ഷെ ഇപ്പോ ജീവൻ എടുക്കുന്നുണ്ടെന്നൊരു സംശയം ഇല്ലാതില്ല. ഈ സംശയം തന്നെയാണ് എല്ലാ ബന്ധങ്ങളും വഷളാകാൻ കാരണം. വ്യക്തമായ തെളിവില്ലാതെ ഞാൻ ഒരിക്കലും വിജിതയെ തള്ളി പറയില്ല. പക്ഷേ ദീപനോട് അവള് കാണിക്കുന്ന അടുപ്പം പരിധിക്ക് അപ്പുറമാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ സംശയിക്കാൻ ഇവിടെ എന്താ ഉണ്ടായത്? അവള് ദീപനുമായിട്ട് ഒന്നിച്ച് യാത്ര ചെയ്തിട്ട് പോലും ഞാൻ എതിർത്തിട്ടില്ല. ഇവിടേക്ക് വരുമ്പോ അവര് മുറിയിലിരുന്ന് സംസാരിച്ചാൽ പോലും എനിക്ക് പ്രശ്നമില്ല. എന്നാൽ എന്നോട് പറയാതെ ഓരോന്നും ചെയ്യുമ്പോഴാണ് എന്റെ മൈൻഡ് മാറുന്നത്. ആ 3.5 ഏക്കറിന്റെ കാര്യം ഞാൻ പറയുന്നത്. മനസ്സിലായി. എന്റെ മോനെ, ആ 3.5 ഏക്കർ വിറ്റ് ആ പൈസ ബാങ്കിൽ ഇട്ടേക്കാണെന്ന് പറഞ്ഞ നീ ഏതെങ്കിലും ആശുപത്രി ജോലി തേടി പോവുമായിരുന്നോ? ആ ജോലി പോയ ശേഷം മൺവെട്ടിയായിട്ട് പറമ്പിലേക്ക് ഇറങ്ങുമായിരുന്നോ? നീ ജീവിക്കുന്നത് കാണാനാ, ആരുടെ മുന്നിലും തോൽക്കുന്നത് കാണാതിരിക്കാനാ അവൾ ആ സത്യം മറച്ചു വെച്ചത്. അത്രയ്ക്ക് മാലാഖമാരുടെ ഹൃദയവാ എന്റെ മോളുടേത്. ദേ, ഏതാണ്ട് എന്നെ പോലെ തന്നെ. നമ്മൾ തന്നെ നമ്മളെ പറ്റി നല്ലത് പറയുന്നത് ശരിയല്ല, അത് മറ്റുള്ളവരാ പറയേണ്ടത്. മറ്റുള്ളവരെ കൊണ്ട് പരിശുദ്ധരെന്ന് പറയിക്കാനേ മോന്റെ പവിത്രേട്ടത്തിക്കും കാർത്തൂനും ഒക്കെ പറ്റത്തുള്ളൂ.